പവർ ടീമിനോടും വീട്ടുകാരോടും പറയാനുള്ളത് കൂടുതൽ അങ്ങ് ടാർഗറ്റ് ചെയ്യണോ ഈ ജബ്രികളെ, അതായത് ജാസ്മിനെയും ഗബ്രീനെയും? എന്തിനാ അവരെ ടാർഗറ്റ് ചെയ്യുന്നത്? അവരെ ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ നെഗറ്റീവ് ആവും. ഒരുപാട് ടാർഗറ്റിംഗ് പ്രശ്നമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവർ ടാർഗറ്റിംഗ് ആണ് ജാസ്മിനെയും ഗബ്രീനെയും. പിന്നെ ഗബ്രീന്റെ അടുത്ത് പറയാനുള്ളത്, ഗബ്രി ഒന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ, ശകലം ഒന്ന് അല്ലെങ്കിൽ മാപ്പ് പറയണം. ഇവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇവിടെ നമ്മളെല്ലാവരും തുറന്നു വിടണം, ഇവളുടെ ആവശ്യമാണ് ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ഗബ്രിക്ക് അവിടെ വളരെ തട്ട് തന്നെ മാറ്റാൻ പറ്റുമായിരുന്നു. ഗബ്രി അവിടെ വളരെ നന്നായിട്ട് പോസിറ്റീവായിട്ട് തന്നെ വന്നേനെ. ഒന്ന് താന്നു കൊടുത്താൽ രാജാകാകാൻ പറ്റും ഗബ്രിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമോ, ഇപ്പൊ വീട് മൊത്തം ഗബ്രിക്കും ജാസ്മിനും എതിരായിട്ടാണ് നിൽക്കുന്നത്. ജിൻഡോയെ കൂട്ടുപിടിച്ച് പവർ ടീമും പിന്നെ ഒരു ഭൂരിപക്ഷം ജനങ്ങളും വീട്ടുകാരും നിൽക്കുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെ എതിരായിട്ടാണ്. സോ ഒന്ന് പിടിച്ചാൽ ഗബ്രിക്ക് സൂപ്പറായിട്ട് പൊങ്ങി വരാം, പക്ഷേ പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം ഗബ്രി തിരിച്ചു പറയുന്നത് അതിനെക്കാട്ടി റൂഡായിട്ടാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഗബ്രിക്ക് ഒന്ന് ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗബ്രിനകത്ത് കയറി വരാൻ പറ്റുമായിരുന്നു, പക്ഷെ ഉപയോഗിക്കുന്നില്ല. പിന്നെ പവർ ടീമിനകത്ത് തന്നെ ഇപ്പൊ അടിയും ബഹളമൊക്കെ ഉണ്ടായി തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമോ, ജാൻമണിക്കുള്ള വോയിസ് അവിടെ കിട്ടുന്നില്ല, ജാൻമണി പറയുന്ന കേൾക്കുന്നില്ല, സിബിൻ അവിടെ ഓവർ പവർ ചെയ്യുന്നു. ഇതിന് സിബിന് തിരിച്ചടി കിട്ടുമോ? എല്ലാം കൂടി അവസാനം സിബിനിട്ട് നല്ല അടി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ തെറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് അവരെ പൂട്ടിയിട്ടത് വരെയാണ്. ജാസ്മിൻ പീരീഡ്സിന്റെ കാര്യം പറയാണ്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നെ ഇപ്പൊ തുറന്നു വിടണമെന്നില്ല, എന്നെ തുറന്നു വിടാൻ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ, എനിക്ക് ആവശ്യമില്ല പറയുമ്പോൾ. അപ്പൊ ഗബ്രി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ബാത്റൂമിൽ നിന്നും ഗബ്രിക്ക് പോകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോയും ഗബ്രിയും തമ്മിൽ നല്ല വാക്പോരായിട്ടുണ്ട്. ഗബ്രി ജിൻഡോയെ കുറച്ച് മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതെടുത്തിട്ട് അവരും ആളെ കോട്ട് ടാസ്കിലൊക്കെ ഇടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്സരയും അർജുനും റസ്മിന് പിന്നെ ഒരു മാറ്റവും ഇല്ല. റസ്മിൻ ഇനി അങ്ങനെ ജയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ആ കുട്ടിയുടെ ആ ഗെയിം സ്പിരിറ്റൊക്കെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, സത്യം പറയാം. ആ ആശുപത്രിയിൽ വന്ന ശേഷം അതിൻ്റെ ഗെയിം സ്പിരിറ്റൊക്കെ പോയി, അതിനൊന്നുമില്ല. അതിനിപ്പം എങ്ങനെയെങ്കിലും ജാസ്മിനെയും ഗബ്രീനെയും നോക്കണം, വെള്ളം എടുത്ത് കൊടുക്കണം, പിന്നെ എല്ലാവരെയും ഒന്ന് കെയർ ചെയ്യണം, അതിനുവേണ്ടി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ജസ്മിൻ്റെ ഗെയിം തോന്നിയിട്ടുള്ളത്. പിന്നെ അർജുനാണെങ്കിൽ ഇവിടെ ആകെ കൂടെ തകർന്ന്, കാര്യം ഈഗോ അടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ജാൻമണിയുടെ ഡ്രസ്സിലാണ് നിൽക്കുന്നത്, വഴക്കിടാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം അവർ പവർ ടീം ആയപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവർ ചെയ്യുന്നു. പിന്നെ ഈ സംഭവം തന്നെ അപ്സരയും കൂട്ടരും ചെയ്തിരുന്നെങ്കിൽ അവർ നെഗറ്റീവ് ആവുമായിരുന്നു. നമ്മുടെ പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്നത് പല രീതിയിലാണ്. ഈ സംഭവം അപ്സരയും ടീമും ചെയ്തിരുന്നെങ്കിൽ, ഗബ്രി ചെയ്തിരുന്നെങ്കിൽ ഇത് ഭയങ്കര നെഗറ്റീവ് ആയേനെ. പക്ഷെ സിബിന്റെ ടീം അതിനെ കോമഡി രൂപത്തിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയോ, പിന്നെ ഓപ്പോസിറ്റ് ഗബ്രി ആയതുകൊണ്ടും ഇത് ഏകദേശം ന്യൂട്രലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് ഗബ്രീനെ ടാർഗറ്റ് ചെയ്താൽ പണിയും കിട്ടും. കാര്യം ഈ ഷോയുടെ കണ്ടന്റ് പോകുന്നത് ഇപ്പം ഗബ്രി ജാസ്മിൻ വേഴ്സസ് പവർ ടീം അല്ലെങ്കിൽ വീടായിട്ടാണ് പോകുന്നത്. അവർ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഈ കണ്ടന്റ് വെച്ച് മാറ്റി പിടിക്കണം. അത് അഭിഷേക് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിഷേക് പറയുന്നുണ്ടായിരുന്നു, എന്തിനിത്രയും അവരെ ഇങ്ങനെ നോക്കിക്കോളൂ, എപ്പോഴും നമ്മൾ അവർക്ക് എന്തിനാ ഇത്ര സ്പേസ് കൊടുക്കുന്നത്, മാറ്റി പിടിച്ചുകൂടെ, വൈൽഡ് കാർഡ് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടായിക്കൂടെ, എന്തിനീ ഗബ്രികളെ മാത്രം കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടെ ജാസ്മിൻ പറഞ്ഞുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയാൽ മതി. അപ്പം പവർ ടീമും വീട്ടുകാരും കൂടെ ഒന്നിച്ചൊരു തീരുമാനം എടുക്കുന്നു. അതിൽ ജിൻഡോ പറയുന്നുണ്ട്, എന്നെ അവൻ മോശം പറഞ്ഞു, എന്നോട് സോറി പറയണം. അപ്പോൾ ഇവിടെ ഒരു ലേഡി തന്നെ പറയുന്നുണ്ട്, ഇല്ല പീരീഡ്സിൻ്റെ കാര്യമാണ്, ഇത് നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല, ഒരു ലേഡി ഫീമെയിൽ കാര്യമാണ്, നമുക്കത് തുറന്നു കൊടുക്കണം, നമുക്ക് അവൻ ഈഗോ പിടിച്ചോണ്ട് വിടുന്നുണ്ട്, നമുക്കൊരു സമയം കൊടുക്കാം. സിബിൻ പറയുന്നുണ്ട്, നമുക്ക് ഗബ്രിക്ക് സമയം കൊടുക്കാം സോറി പറയട്ടെ. അങ്ങനെ സമയം കൊടുക്കുന്നു. പിന്നെ അവർ ആലോചിക്കുന്നു, ദൈവമേ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവൻ സോറി പറഞ്ഞാൽ പവർ ടീം അവിടെ തോറ്റുപോകും, സോറി പറഞ്ഞില്ലെങ്കിൽ പവർ ടീം ജയിക്കും. സത്യം അങ്ങനെയാണ്. അപ്പോൾ സമയം കൊടുക്കണ്ട, അവൻ എന്തായാലും സോറി പറയാൻ പോണില്ല. അപ്പൊ ഗബ്രി എന്തായാലും സോറി പറയില്ല. ഗബ്രിയും ജാസ്മിനും ടോട്ടലി ഗെയിമാണ് അവരുടെ. ഞാൻ പറയാണ്, എനിക്ക് അവരുടെ ഒന്നിലും ഒരു ഇതും തോന്നിയിട്ടില്ല, ഒരു ഇമോഷൻസ്. എനിക്ക് അവരെ പക്ക ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഇതൊരു ലവ് ആംഗിൾ ആയിരുന്നുവെങ്കിൽ, ശരിക്കുമുള്ള പ്രണയമൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലത്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയില്ല, അത് വേറെ തന്നെ രീതിയിൽ പോയേനെ. ഇത് ജാസ്മിനും ഗബ്രിയോടൊന്നും പറയുന്നില്ല, ഗബ്രിയും ജാസ്മിനും വേണ്ടിയിട്ട് ഒന്നും പറയുന്നില്ല. എനിക്കിതൊരു പക്കാ ഗെയിമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ് ആയിട്ടാണ് എനിക്ക് ഗബ്രീനും ജാസ്മിനെയും തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രാത്രിയാകുമ്പോൾ കുറച്ച് ഇമോഷനായിട്ട് കുറേ എന്താണ് പ്രേക്ഷകർ കുറച്ച് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അനങ്ങിയിട്ടില്ല. അവസാനം എന്ത് ചെയ്തു, ഇവർ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി പറയാണ്. സിബിൻ പോയി പറയുന്നുണ്ട്, നിന്റെ ഈഗോയാണ് നമുക്ക് മേലെ നിൽക്കുന്നത്, പക്ഷേ നിന്റെ ഈഗോയ്ക്ക് മേലെ നിൽക്കുന്നത്
ഈഗോയ്ക്ക് മേലെ നമുക്ക് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ്. നിങ്ങൾ തെറ്റ് ചെയ്യാത്ത അപ്സരേനെയും അർജുനെയും റസ്മിനെയും നമ്മൾ ഇതിനകത്ത് പൂട്ടിയിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്നു വിടുകയാണെന്ന് തുറന്നു വിടുന്നു. അത് കഴിഞ്ഞ് അവർ ഓക്കെ ആവുന്ന ഡോറ് തുറക്കുന്നു. അത് കഴിഞ്ഞ് പൂജ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് മാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് പുറത്തേക്ക് പോകുന്നത്, ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പൂജ പറയാണ്. അപ്പോൾ അപ്സര ഇവിടെ ജിൻഡോനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു കാര്യം, ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് നേരെ ഒരുപാട് കാര്യങ്ങൾ വരും കേട്ടോ വീക്കെൻഡിൽ. കാര്യം മോശം പവർ ടീമാണ്, ഇതുവരെ പവർ ടീം ഇങ്ങനെ നടന്നിട്ടില്ല, പിന്നെ മോശം ക്യാപ്റ്റൻ, കാര്യം കുറച്ച് പേർക്ക് വേണ്ടി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് ഇപ്പം ഒരു കുറച്ച് ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എടുക്കുകയാണ്, നമുക്ക് രണ്ടുപേരും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവർ പറയുന്ന കാര്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവരുടെയും ക്യാപ്റ്റനാണ് നമ്മൾ. അങ്ങനെ ജിൻഡോ പറഞ്ഞ തെറ്റായിപ്പോയി, അത് വെറും ഒരു തെറ്റ്. അവർ പറയുന്ന പോലെ കേട്ട് പപ്പറ്റ് പോലെ ആയിപ്പോയി. ജിൻഡോ പവർ ടീമിൻ്റെ പപ്പറ്റ് ആയതുപോലെ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ജിൻഡോയുടെ ബുദ്ധി ഉപയോഗിക്ക് സിബിനിലേക്ക് കൂടുതൽ പോകരുത്. സിബിൻ അവിടെ ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ്. പിന്നെ നോറ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ, നിങ്ങൾ എന്തായാലും തുറന്നു വിടും, അത് ഉറപ്പാണ്, അപ്പം നിങ്ങൾക്ക് മിണ്ടാതിരിക്കാമല്ലോ എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ, എനിക്കറിയാമായിരുന്നു അവർ തുറന്നു വിടും എന്നുള്ളത്. അങ്ങനെ ഇവിടെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഓവറായിട്ട് ജാസ്മിനെയും ഗബ്രീനെയും എന്തിനാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നത്? അവരവരുടെ ഗെയിം കളിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുക, നിങ്ങളായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയല്ലേ? ഇപ്പോൾ അതേ അവർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയാണ്. നമുക്ക് അവരുടെ എന്തൊക്കെയാണ് അവർ കാഴ്ചവെക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ സായിനെ കുറിച്ച് ഋഷി പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിച്ചോളണം സിബിൻ്റെ അടുത്ത്, കാര്യം സായി ചിലപ്പോൾ ചതിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അർജുൻ, സിബിൻ പറയണം എനിക്ക് ഞാൻ അർജുനെ നോക്കി വെച്ചേക്കാണ്, അവൻ്റെ വിചാരം ഞാൻ ഔട്ടായി പോകുന്നതാണ്, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കളി എങ്ങോട്ട് പോകുന്നുള്ളത്. ഇത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എന്തുമാത്രം യോജിക്കുന്നുണ്ട് വിയോജിക്കുന്നുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.